തൃശൂർ ഒരു കാലത്ത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പിന്തുണ നൽകുന്ന ജില്ലയായിരുന്നു. പക്ഷേ സമീപകാല ചരിത്രം അതല്ല. വലിയ വേരോട്ടവും വലിയ ഉറപ്പും LDFന് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ട്. ഈ നിയമസഭയിൽ, ഇപ്പോഴത്തെ നിയമസഭയിലാണെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് സനീഷ് കുമാർ ജോസഫ് മാത്രമാണ് UDFന്റെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി തൃശൂർ ജില്ലയിൽ നിന്നുള്ളത് എന്നതാണ്. അപ്പോൾ 13 നിയമസഭാ സീറ്റുകളുള്ള തൃശൂർ ഇരുപക്ഷത്തിനും വളരെ പ്രധാനമാണ്. പിണറായി 3.0 ആണെങ്കിലും UDFന്റെ 100 മേനി വിജയമാണെങ്കിലും. MS ലിഷോയ് നോക്കുമ്പോൾ ചേരുന്നുണ്ട്. ലിഷോയ്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, ചർച്ചകൾ വരുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി സാധാ പട്ടികയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിലെ ഒരു പൊതു അന്തരീക്ഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിനം ഏത് നിലയിലാണ്? ഒപ്പം ഇപ്പോൾ ഈ കയ്പമംഗലത്തെ സിറ്റിംഗ് MLA ആയിരുന്ന E.T. ടൈസൺ ആണല്ലോ പറവൂരിൽ VD സതീശനെതിരെ മത്സരിക്കാൻ പോകുന്നത്. അതേസമയം കയ്പമംഗലത്തേക്ക് മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി വേണം. UDFന് വലിയ സാധ്യതകൾ സാധാരണ നിലയിൽ ഇല്ലാത്തതാണെങ്കിലും നല്ലൊരു മത്സരവും ജയസാധ്യതയും അവിടെ നോക്കണം. ഇക്കാര്യത്തിൽ സന്ദീപ് വാര്യരുടെ ഉൾപ്പെടെ പേരുകൾ കയ്പമംഗലത്ത് കേൾക്കുന്നുമുണ്ട്. ഏത് നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിനത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു പൊതുചിത്രം? രതീഷ്, സംസ്ഥാനത്തൊട്ടാകെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ തൃശ്ശൂരിൽ മാത്രമാണ് കാര്യമായ ഒരു മുന്നേറ്റം നടത്താനായി UDFന് കഴിയാതിരുന്നത്. അതായത് മുൻപുണ്ടായിരുന്നതിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ഒരു മുന്നേറ്റം നടത്താനായി UDFന് തൃശ്ശൂരിൽ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി UDFന് ഒരു MLA മാത്രമാണ്. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനിലക്കരയും, അത് വടക്കാഞ്ചേരിയിലായിരുന്നു. അതിനുശേഷം ചാലക്കുടിയിൽ, ഈ സർക്കാരിൻ്റെ കാലത്ത് ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് എന്നിങ്ങനെ 2 MLAമാർ മാത്രമാണ് 2 ടേമുകളിലായി. അതായത് 13-ൽ 12 LDFന്റെ പക്കൽ തന്നെ ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ ഇത്തവണത്തെ ഒരു പൊതുചിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടം നടക്കുന്നത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിച്ച് കയറിയ സുരേഷ് ഗോപി വിജയിച്ച് BJP വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടമായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം പിന്നീട് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാനായില്ല എന്ന് മാത്രമല്ല, UDFന് പിന്നീട് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനൊക്കെ കഴിഞ്ഞു ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ നോക്കുകയാണെങ്കിൽ. അതിനോടൊപ്പം തന്നെ നേരത്തെ ചോദിച്ച പോലെ കയ്പമംഗലത്ത് E.T. ടൈസൺ മാസ്റ്റർ നേരെ പറവൂരേക്ക് പോവുകയാണ് VD സതീശനുമായൊരു മത്സരത്തിന് വേണ്ടി. അങ്ങനെ ഉള്ള ഒരു സമയത്ത് CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK വത്സരാജാണ് കയ്പമംഗലത്തേക്ക് മത്സരിക്കാനായി പോകുന്നത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്നു. കൊടുങ്ങല്ലൂർ പക്ഷേ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. VR സുനിൽകുമാറാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നിലവിലത്തെ സിറ്റിംഗ് MLA ആണ്. വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ തവണ മുൻ തവണകളിലൊക്കെ തന്നെ LDF അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ചിത്രം മാറുമെന്നാണ് UDFന്റെ ഒരു കണക്ക് കൂട്ടൽ. അതേസമയം തന്നെ UDF ജില്ലയിലെ മൊത്തം കാര്യം നോക്കുകയാണെങ്കിൽ TN പ്രതാപൻ ഇത്തവണ മത്സരിക്കാൻ മണരൂരിൽ ഇറങ്ങുന്നു. അതിനോടൊപ്പം തന്നെ സിറ്റിംഗ് MLAമാർ തന്നെയാണ് നിലവിൽ LDFന് വേണ്ടി മത്സരിക്കാൻ കൂടുതലായും ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥിയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുക കുന്നംകുളത്ത് AC മൊയ്തീൻ്റെ പേര് തന്നെയായിരിക്കും. AC മൊയ്തീൻ കുന്നംകുളത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഈ AC മൊയ്തീനെ തന്നെ ഇത്തവണ വീണ്ടും രംഗത്തിറക്കുന്നത്. സിറ്റിംഗ് MLAമാരിൽ മുരളി പെരുന്നെല്ലിയെ മാത്രമാണ് നിലവിൽ CPM മാറ്റിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ടാണെന്നാണ് CPM പറയുന്നത്. പകരമായി C രവീന്ദ്രൻ, അതായത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രൻ മാഷയാണ് C രവീന്ദ്രനാഥാണ് ഈ മണലൂരിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിൽ പോലും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ BJP സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തുന്നു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും UDFന് വലിയ മുന്നേറ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാനായി കഴിഞ്ഞിട്ടില്ല.